സോണിയാഗാന്ധിയുടെ ആത്മകഥാ പ്രസിദ്ധീകരണത്തിൽ നിന്ന് പെൻഗ്വിൻ ബുക്സ് പിന്മാറി. പ്രസാധകർ നിർദ്ദേശിച്ച മാറ്റങ്ങൾ തള്ളിയതോടുകൂടിയാണ് പിന്മാറ്റം. ഉള്ളടക്കത്തിൽ മാറ്റവും ഒഴിവാക്കലും സാധ്യമല്ലെന്ന് സോണിയ വ്യക്തമാക്കിയതായി റിപ്പോർട്ട് ഉണ്ട്. സോണിയയുടെ ആത്മകഥ ബിലോങ്ങിങ് എ ജേർണി ഓഫ് ലവ് നവംബർ 10 പുറത്തിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത്. വിവരങ്ങളുമായി ആദർശ് ടി എസ് ചേരുകയാണ്. ആദർശ്, സോണിയ പിടിവാശിയിലാണ് എങ്കിൽ അതിനപ്പുറം പിടിവാശിയിൽ തന്നെയാണ് പെൻഗ്വിൻ. എന്തായാലും പ്രസാധകർ പിന്മാറിയിരിക്കുന്നു. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? രാഖെ, ഭാരതത്തിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാം എന്നുള്ള കരാറായിരുന്നു പെൻഗ്വിൻ ഏറ്റെടുത്തത്. എന്നാൽ പെൻഗ്വിൻ്റെ ഭാഗത്ത് നിന്ന് ചില നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വെച്ചിരുന്നു. ഈ പുസ്തകത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണം, ചില കാര്യങ്ങൾ ഒഴിവാക്കണം എന്നതടക്കമുള്ള ചില നിർദ്ദേശങ്ങൾ പെൻഗ്വിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. എന്നാൽ പെൻഗ്വിൻ മുന്നോട്ട് വെച്ച ഈ കാര്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കുന്നതിന് സോണിയ തയ്യാറായില്ല. ഇതിന് പിന്നാലെയാണ് ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണത്തിൽ നിന്ന് പെൻഗ്വിൻ പിന്മാറിയ എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് പിന്മാറ്റം എന്ന് സംബന്ധിച്ച് പെൻഗ്വിനോ അതുമല്ലെങ്കിൽ സോണിയയോ ഔദ്യോഗികമായി യാതൊരു വിശദീകരണവും നൽകിയിട്ടില്ല. പെൻഗ്വിൻ എന്തായാലും ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ എന്ത് കാരണത്താലാണ് ഈ പിന്മാറ്റം എന്നുള്ളത് സംബന്ധിച്ച് അവർ ഇതുവരെയും വ്യക്തത വരുത്തിയിട്ടില്ല. സോണിയയെ സംബന്ധിച്ചിടത്തോളം ഇറ്റലിയിൽ നിന്ന് സോണിയ ഭാരതത്തിലേക്ക് എത്തുന്നു. രാജീവുമായിട്ടുള്ള പ്രണയം, സോണിയയുടെ രാഷ്ട്രീയ പ്രവേശനം, പ്രധാനമന്ത്രി പദം നിരസിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. കൃത്യമായിട്ട് ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകളും ചില വിവരങ്ങളും ഒപ്പം തന്നെ സോണിയയുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളുമൊക്കെ ഈ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഈ പെൻഗ്വിൻ്റെ പിന്മാറ്റവും ഏറെ ശ്രദ്ധേയമാകുന്നത്. കാരണം പെൻഗ്വിൻ എന്ത് മാറ്റങ്ങളാണ് ഈ പുസ്തകത്തിൽ നിർദ്ദേശിച്ചത് എന്നത് സംബന്ധിച്ച് സോണിയ തന്നെയാണ് ഇനി വ്യക്തത വരുത്തേണ്ടത്. എന്തായാലും നിലവിലിപ്പോൾ പെൻഗ്വിൻ ഈ പുസ്തകത്തിൻ്റെ ഭാരതത്തിലെ പ്രസിദ്ധീകരണത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. നവംബർ 10 ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണം പ്രഖ്യാപിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണത്തിന് മുമ്പ് തന്നെ പെൻഗ്വിൻ്റെ പിന്മാറ്റത്തോട് ഇത് വലിയ വിവാദമായിരിക്കുകയാണ്. രാഖി. ശരി ആദർശ്.